Watch full episodes on Jio Hotstar. നിങ്ങൾ ഇത്രയ്ക്കെന്താ തലപൊകഞ്ഞ് ആലോചിക്കുന്നത്? നമ്മുടെ എതിരാളിയെ തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ പ്ലസ് പോയിന്റ് അല്ല, അവരുടെ മൈനസ് പോയിന്റ് എന്താണെന്ന് വേണം നമ്മൾ നോക്കിയിരിക്കാൻ. ഇപ്പോൾ ജയ്സിംഗിന്റേതായ ചെറിയ വലിയ കാര്യങ്ങൾക്ക് മാർക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് അയാളുടെ വലിയ ഒരു മൈനസ് പോയിന്റ് എന്താണെന്ന് കിട്ടിയിരിക്കുകയാണ്. അത് വെച്ച് അയാളെ നമുക്ക് പെട്ടെന്ന് തോൽപ്പിക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. എന്താണ് നിങ്ങൾ ഈ പറയുന്നത് ഷാക്കാൽ? പിന്നെ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? ആ സംഗതിയെ കുറിച്ച് എന്നോട് പറയൂ. എല്ലാം നിനക്ക് മനസ്സിലാകും. ഇപ്പോൾ ആ സാധനം സൺസിറ്റിയിൽ എത്തിച്ചേരുമ്പോൾ നീ മനസ്സിലാക്കും. മിന്നൽ വേഗത്തിൽ അറ്റാക്ക് ഉണ്ടാകും, എല്ലാം കത്തി ചാമ്പലാകും, എല്ലാം വേരോടെ നശിച്ചു പോകും. ഞാനാണ് മാജിക്, മായാജാലത്തിന്റെ രാജാവ്. എന്നെ കണ്ട് പേടിക്ക, ഞാനാണ് ഷക്കാൽ. ജയ്സിംഗ് ചൗഹാൻ, ഇന്ന് മുതൽ നിന്റെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ആവുകയാണ്. നിനക്ക് മനസ്സിലായല്ലോ രുദ്ര? സിറ്റിയിൽ എന്താ ഇത്ര വലിയ പ്രശ്നമൊന്നും അറിയില്ലല്ലോ. രുദ്ര, നിനക്ക് വല്ലതും മനസ്സിലായോ? ഇല്ല മുത്തശ്ശ. പെട്ടെന്ന് ഇത്രയും മിന്നൽ എവിടെ നിന്നാണ് വരുന്നത്? ക്ലൈമറ്റ് വളരെ ക്ലിയർ ആണല്ലോ. പിന്നെ എങ്ങനെയാണ് ഈ മിന്നൽ വന്നത്? ഇതാരുടെയോ മാജിക് പവേഴ്സ് കൊണ്ടുണ്ടായതാണ്. രുദ്ര, നീ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ നോക്കിയിട്ട് വരാം. ആരാടാ നീ? എന്റെ സൺസിറ്റിയുടെ മുകളിൽ എന്തിനാണ് മിന്നൽ കൊണ്ട് അറ്റാക്ക് ചെയ്യുന്നത്? എനിക്കറിയാം ഇത് നേച്ചറിന്റേതല്ല, ഏതോ ഒരു ബാഡ് ക്രീച്ചറിന്റെ പണിയാണിത്. എന്റെ മുന്നിലേക്ക് വരൂ. ആരാണ് നീ? ജയ്സിംഗ്, ഞാനാണ് ഇലക്ട്രോ ലേഡി. എനിക്കിഷ്ടമില്ലാത്തത് എന്തും ഞാൻ നശിപ്പിക്കും. എന്റെ മിന്നൽ ശക്തി കൊണ്ട് ഞാൻ എല്ലാം തന്നെ നശിപ്പിക്കും. ഇലക്ട്രോ ലേഡി, നീ ഇപ്പോൾ തന്നെ എന്റെ സൺസിറ്റി വിട്ട് പോയേക്ക്. ഞാൻ ക്ഷമിക്കുന്നതിനും ഒരു ലിമിറ്റ് ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ നിന്റെ അറ്റാക്കിനൊക്കെ ഒറ്റ മിനിറ്റിൽ മറുപടി തന്നേനെ. ജയ്സിംഗ്, എനിക്ക് നിന്നെ കുറിച്ച് നന്നായിട്ട് അറിയാം. നീ ഒരിക്കലും സ്ത്രീകളെ അറ്റാക്ക് ചെയ്യാറില്ല. നിന്റെ മൈനസ് പോയിന്റ് ഞാൻ പ്ലസ് പോയിന്റ് ആയിട്ട് മാറ്റിയിരിക്കുന്നു. കണ്ടോ സോക, ഇന്ന് എന്റെ കളി വേറൊരു രീതിയിലാണ്. ജയ്സിംഗ് ചൗഹാൻ വിചാരിച്ചാൽ പോലും അദ്ദേഹത്തിന് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അവൻ ഇനി എന്ത് ചെയ്താലും ആ സൺസിറ്റിയെ ഇനി രക്ഷപ്പെടുത്താൻ പറ്റുകയില്ല സോക. അതാണ് പറയുന്നത്, എതിരാളികളുടെ മൈനസ് പോയിന്റ് കണ്ടെത്തി കളിക്കണം. ഒരൽപ്പം ബുദ്ധിമുട്ടിയാണെങ്കിലും ആ ജയ്സിംഗ് ചൗഹാന്റെ മൈനസ് പോയിന്റ് എന്താണെന്ന് ഞാൻ കണ്ടെത്തി കഴിഞ്ഞു.
ജയ്സിംഗ് ചൗഹാൻ, എനിക്ക് നിന്റെ അടവുകളൊക്കെ നന്നായിട്ട് അറിയാം. നിനക്ക് ഒരിക്കലും എന്നെ അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാണല്ലേ? അതത്ര എളുപ്പമല്ല. ഇലക്ട്രോ ലേഡി, ഇനി നിനക്ക് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ പറ്റില്ല. ആണോ? സോറി മുത്തശ്ശ, നിങ്ങൾ അപകടത്തിലിരിക്കുമ്പോൾ എനിക്കത് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. Ibaiska Net Creator 2. എങ്ങോട്ടാ ഓടുന്നത്? എത്രയും പെട്ടെന്ന് നമ്മള് പാലസിന്റെ വാതിൽ തുറക്കൂ. മുത്തശ്ശന് നല്ല പരിക്കുണ്ട്. രുദ്ര, അവര് നമ്മളുടെ പുറകെ തന്നെയുണ്ടല്ലോ. Ibaiska Protecto. നിനക്ക് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല ജയ്സിംഗ് ചൗഹാൻ. ഞാൻ എന്റെ മിന്നലിന്റെ ശക്തി കൊണ്ട് നിന്റെ ഈ കൊട്ടാരം തകർക്കും. അല്ല, നമ്മളിപ്പോ കുടുങ്ങിപ്പോയത് പോലെ ഉണ്ടല്ലോ. മുത്തശ്ശൻ എന്താ പറ്റിയേ? ഇതാ പിടിച്ചോളൂ, വെള്ളം കുടിക്കൂ. രുദ്ര, ആ ലേഡി അപകടം പിടിച്ചവളാണ്. ആരും ഈ പാലസ് വിട്ട് പുറത്തേക്ക് പോകരുത്. പക്ഷെ മുത്തശ്ശൻ, നമുക്ക് എത്ര സമയം പാലസിനകത്ത് തന്നെ ഇരിക്കാൻ കഴിയും? പുറത്തിറങ്ങിയല്ലേ പറ്റൂ. അല്ലെങ്കിൽ അവളെ ദേഷ്യപ്പെട്ട് സൺസെറ്റി മൊത്തം നശിപ്പിക്കും. ഇല്ല രുദ്ര, പുറത്തേക്ക് പോകാൻ ഇത് ശരിയായ സമയമല്ല. അവളുടെ മിന്നലിന് നോർമൽ മിന്നലിനെക്കാട്ട് പവർ അധികമാണ്. എന്റെ ഹെൽത്ത് കണ്ടീഷൻ ഒന്ന് ശരിയാകട്ടെ, അതിന് പറ്റിയൊരു പ്ലാനിങ് ഞാൻ ചെയ്യാം. ജയ്സിംഗ് ചൗഹാൻ, എത്ര സമയത്തേക്ക് നീ ഇങ്ങനെ പതുങ്ങിയിരിക്കും? ഞാൻ വീണ്ടും വരും, അത് നീ മറക്കണ്ട. ഞാൻ കത്തി കൊണ്ടോ വാളുകൊണ്ടോ അല്ല, ഞാൻ ആക്രമിക്കുന്നത് മിന്നലിന്റെ ശക്തി കൊണ്ടാണ്. ഒരു പക്ഷേ തൽക്കാലം അവൾ ഇവിടെ നിന്ന് പോയി കാണും. പക്ഷേ അവൾ അപകടം പിടിച്ചവളാണ്. അതുകൊണ്ട് ആരും തന്നെ ഇവിടുന്ന് പുറത്തേക്ക് പോകരുത്. ഇതിപ്പോ ശരിക്കും കുടുങ്ങിയതുപോലെ ആയല്ലോ. ഞാൻ ഇവിടെ കൊട്ടാരത്തിനകത്തുള്ളപ്പോൾ ആ ഗാർഡനിൽ എന്നെ പോലെ ഒരുത്തൻ ആരാടവൻ? ചെന്ന് അതൊന്നും നമുക്ക് നോക്കണം. നീ ആരാ? നീ ആരാന്ന് പറ. ഞാൻ രംഗീലയാ. നീ ആരാ? ഞാൻ ശങ്ക്രീലയാണ്. ശങ്ക്രീലയോ? ശങ്ക്രീല ആരാ? ഞാനാണ് നിന്റെ ട്വിൻ ബ്രദർ. നിനക്ക് ഓർമ്മയില്ലേ? നമ്മൾ രണ്ടാലും ഉത്സവത്തിൽ നിന്ന് പിരിഞ്ഞു പോയത് ഓർമ്മയില്ലേ? ഉത്സവത്തിൽ പിരിഞ്ഞു പോയെന്നോ? അതെപ്പോ? എങ്ങനെ? ആ കാര്യത്തെ കുറിച്ച് എന്നോട് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. മുത്തശ്ശനും പറഞ്ഞിട്ടില്ല, രുദ്രയും പറഞ്ഞിട്ടില്ലല്ലോ. സഹോദരാ, സഹോദരാ, എന്നെ ഒന്ന് കെട്ടിപ്പിടിക്ക, എന്റെ സഹോദരാ. ഞാൻ കത്തിക്കൊണ്ടോ വാളുകൊണ്ടോ അല്ല ആക്രമിക്കുന്നത്. ഞാൻ ആക്രമിക്കുന്നത് മിന്നലിന്റെ ശക്തി കൊണ്ടാണ്. ഈ രംഗിലെന്തിനാ അവിടേക്ക് പോയത്? രുദ്ര, എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അകത്തുനിന്ന് തന്നെ എന്നെ കാണാൻ കഴിയുമെന്ന്. ഞാൻ എന്റെ കളി തുടങ്ങിയിട്ടേ ഉള്ളൂ. കണ്ട് ആസ്വദിക്ക്. എത്രയും പെട്ടെന്ന് പാലസിന്റെ വാതിൽ തുറക്ക. നീ തുറന്നില്ലെങ്കിൽ ഈ രംഗിലയുടെ കഥ അവസാനിക്കും. അത് നിനക്ക് കാണണോ? മുത്തശ്ശ, രുദ്ര, എന്നെ ഒന്ന് രക്ഷിക്ക. നമ്മളിപ്പോ എന്ത് ചെയ്യും?
രംഗിനെ രക്ഷിക്കണമെങ്കിൽ വാതിൽ തുറന്നല്ലേ പറ്റൂ. ഞാൻ പോവാം. വേണ്ട വരുൺ, വാതിൽ തുറക്കരുത്. ഒരു പ്രാവശ്യം പാലസിന്റെ വാതിൽ തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ പുറത്തേക്ക് പോവാണ്. എന്താണ് നീ പറയുന്നത് രുദ്ര? നിന്നെ ഞാൻ അതിന് ഒരിക്കലും അനുവദിക്കില്ല. മുത്തശ്ശ, ഇതല്ലാതെ നമുക്ക് വേറെ വഴിയൊന്നും ഇല്ല. ഇലക്ട്രോ ലേഡി, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഞാൻ രുദ്രയാണ് സംസാരിക്കുന്നത്. ഞാൻ പുറത്തു വരാൻ തയ്യാറാണ്. നീ രംഗിലെ വിട്ടേക്ക്. രംഗിലെ ഫൗണ്ടന്റെ അടുത്തേക്ക് ഇറങ്ങി വിടണം. സമ്മതമാണോ? സമ്മതം. ജയ്സിംഗ് അല്ലെങ്കിൽ അവന്റെ പേരക്കുട്ടിയായാലും മതി. ഇപ്പൊ നോക്കിക്കോ, രുദ്ര നിന്നെ കൊണ്ട് ഫുട്ബോൾ കളിക്കും. പറ, നിനക്കിപ്പോ എന്താ വേണ്ടത്? ഓ, നീയാണോ രുദ്ര? നിന്നെ കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. പാലസിന്റെ ഡോർ ഓപ്പൺ ചെയ്യാൻ. പാലസിന്റെ വാതിൽ ഒരിക്കലും തുറക്കില്ല. നീ എന്തൊക്കെ ചെയ്താലും ശരി. പാലസിന്റെ കഥക് തുറന്നില്ലെങ്കിൽ പിന്നെ നീയും രംഗിലിയും രക്ഷപ്പെടില്ല. ഇതാ പിടിച്ചോ. ഓ, ഇത് എങ്ങനെയാ സംഭവിച്ചത്? എന്റെ മിന്നലിന്റെ ശക്തി അങ്ങനെ തോൽക്കില്ലല്ലോ. ഓ, 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 ഇല്ല, എന്നെ നീ പറ്റിച്ചു. ഇത് രുദ്രയല്ല, രുദ്രയുടെ ഇമേജ് മാത്രമാണ്. ഞാൻ എല്ലാം നശിപ്പിക്കും. ആരെയും വെറുതെ വിടില്ല. ഓ, 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 ഓ. ജയ്സിംഗ് രുദ്രയ്ക്കും മാന്ത്രിക ലോകത്തിന്റെ എല്ലാ അടവുകളും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ എനിക്കിപ്പോൾ വിശ്വാസമുണ്ട്. ഇത്തവണ സൺസിറ്റിയെ രക്ഷിക്കാൻ ആർക്കും സാധിക്കുകയില്ല. നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ആദ്യം ചെന്ന് നിങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം. വയറ്റിൽ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ എങ്കിൽ മാത്രമേ എന്റെ ബ്രെയിൻ ജോലി ചെയ്യുള്ളൂ. രംഗീല, നിങ്ങൾ എന്തിനാ ചാടി പുറത്തേക്ക് പോയത്? തരൂ, ആ ട്രെയിൻ കയ്യിൽ തന്നേക്ക്. ഇതാ, ഈ ട്രെയിൻ നിങ്ങൾ തന്നെ പിടിച്ചോ. രംഗീല, ഇനി നിങ്ങൾ എന്റെ അടുത്തേക്ക് വരണ്ട. റംഗീല, ഇവിടെ ആർക്കും ഒന്നും ആവശ്യമില്ല. നീ അകത്ത് ചെന്ന് ഒരല്പനേരം റെസ്റ്റ് എടുക്കൂ. ജയ്സിംഗിന്റെ ഓരോരുത്തർക്കും മിന്നൽ കൊണ്ട് ഷോക്കേറ്റിരിക്കുകയാണ്. ഞാനാണ് മാജിക്, മായാജാലത്തിന്റെ രാജാവ്. എന്നെ കണ്ട് പേടിക്കുക. ഞാനാണ് ഷക്കാൽ. ഇനി എത്ര നേരം ജയ്സിംഗ് തന്റെ കൊട്ടാരത്തിൽ പതുങ്ങിയിരിക്കും? ആ സൺസിറ്റിയെ ആ ഇലക്ട്രോ ലേഡിയുടെ കയ്യിൽ നിന്നും രക്ഷിക്കണമെങ്കിൽ അവൻ പുറത്തേക്ക് വന്നല്ലേ പറ്റൂ. ജയ്സിംഗ് ചൗഹാൻ ഒന്ന് ഞെട്ടി കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരല്പം കാത്തിരിക്കുക, നമുക്ക് ഒരുമിച്ച് പോവാം. ഒരു പ്രാവശ്യം ഇലക്ട്രോ ലേഡി തന്റെ ജോലി തീർക്കട്ടെ. മുത്തശ്ശ, അവളുടെ കളി നമ്മൾ അവസാനിപ്പിക്കണം. ഇനിയും നമുക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കാൻ കഴിയില്ല. ഞാൻ ഉടൻ തന്നെ പുറത്തേക്ക് പോയി ഇലക്ട്രോ ലേഡിയെ തടഞ്ഞു നിർത്താം. രുദ്ര, ഈ കാര്യത്തിൽ ധൃതി കാണിക്കരുത്. നമ്മൾ ഫസ്റ്റ് റൂൾ ഒരിക്കലും മറക്കരുത്. ഫോക്കസ് ആൻഡ് ബിലീവ്. നമുക്കൊന്നിച്ച് ഇലക്ട്രോ ലേഡിയെ ഡീൽ ചെയ്യാം. പക്ഷെ ടോട്ടൽ പ്ലാനിങ്ങോടെ ഇത് പ്ലാൻ ചെയ്യണം. കേൾക്ക്, ഇന്ന് ഞാൻ നിനക്ക് പുതിയൊരു മന്ത്രം പഠിപ്പിച്ചു തരാം. ഞങ്ങൾ നിന്റെ ഒപ്പം പുറത്തേക്ക് വരാം. രുദ്ര, ഒരു കാര്യം ഓർമ്മിക്കണം. നിനക്കുള്ള സമയം വെറും 5 സെക്കൻഡുകൾ മാത്രമാണ്. ഞാനും നിന്റെ കൂടെ വരാം. ആ ഇലക്ട്രോ ലേഡി എനിക്ക് ഒരുപാട് ഷോക്ക് ട്രീറ്റ്മെന്റ് തന്നതാ. എനിക്കൊരു ചാൻസ് കിട്ടിയാ ഞാൻ അവളെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കും. അവളെങ്ങാനും എന്നെ കൈ കിട്ടിയാ ഞാനൊരു പാഠം പഠിപ്പിക്കും. ഞാനിതാ എത്തിക്കഴിഞ്ഞു. നീ എവിടെയാ ഉള്ളത് ഇലക്ട്രോ ലേഡി? ധൈര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വാ. ഓ, ഓ. ഞാൻ എത്തിക്കഴിഞ്ഞു. നീ വലിയ ധീരനാന്ന് എനിക്കറിയാം. പക്ഷെ നിനക്ക് എന്നോട് ഏറ്റുമുട്ടാൻ പറ്റുമോ? ഇലക്ട്രോ ലേഡി, രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും സംശയിക്കരുത്. ഈ ബൈസ്കോസ് സഗോ.
ഞാൻ കത്തി കൊണ്ടോ അതോ വാളുകൊണ്ടോ അല്ല, മിന്നൽ കൊണ്ടാണ് ആക്രമിക്കുന്നത്. മിന്നൽ പറ്റുമെങ്കിൽ രക്ഷപ്പെട്ടോ. ഇനി രുദ്രയുടെ മാജിക് ഒന്നും അവിടെ വർക്കൗട്ട് ആവാൻ പോകുന്നില്ല. അത്ര തന്നെ. ഇനി ഒരു അല്പസമയത്തിനുള്ളിൽ ആ മൂത്തു നിറച്ച ജയ്സിംഗ് ചൗഹാന്റെ ആത്മവിശ്വാസം മുഴുവനും തകർന്നു പോകുന്നതായിരിക്കും. ജയ്സിംഗ് ചൗഹാൻ, ഞാൻ നിന്നെ കൊണ്ട് എന്റെ ഈ കാലുകൾ പിടിച്ച് മാപ്പ് അപേക്ഷിക്കുന്ന രീതിയിൽ കൊണ്ടെത്തിക്കുന്നതായിരിക്കും. കണ്ടോ? കലക്കി കളഞ്ഞു ഇലക്ട്രോ ലേഡി, നീ ശരിക്കും കലക്കി. ഇപ്പൊ നിനക്ക് കാണിച്ചു തരാം. ജന്തർ മന്തർ കാണിക്കലന്തർ ചോ. ഇപ്പൊ നിനക്ക് സമാധാനം ആയല്ലോ. ഞാൻ പോലും പറ്റുന്നില്ലല്ലോ. ഇപ്പൊ മന്ത്രം പറയാൻ പോകുന്നെന്ന് തോന്നുന്നത്. ഫോക്കസ്, ബിലീവ്. Ibaiska, zibaiska, boom! Chick, chick, boom! 5, 4, 3, 2, 1. രുദ്ര, 5 സെക്കൻഡ് കഴിഞ്ഞു. കത്തിക്കൊണ്ടോ വാലുകൊണ്ടോ അല്ല, ഞാൻ ആക്രമിക്കുന്നത് മിന്നൽ കൊണ്ടാണ്. മിന്നൽ കൊണ്ട്. കത്തിക്കൊണ്ടോ വാലുകൊണ്ടോ അല്ല, ഞാൻ ആക്രമിക്കുന്നത് മിന്നൽ കൊണ്ടാണ്. മിന്നൽ കൊണ്ട്. കത്തിക്കൊണ്ടോ വാലുകൊണ്ടോ അല്ല, ഞാൻ ആക്രമിക്കുന്നത് മിന്നൽ കൊണ്ടാണ്. മിന്നൽ കൊണ്ട്. എന്റെ ശക്തികൾ എന്താ പ്രവർത്തിക്കാത്തത്? എനിക്ക് എന്താ പറ്റിയത്? എനിക്ക് പറക്കാനും കഴിയുന്നില്ലല്ലോ. നിന്റെ പവർ എപ്പോഴോ അവസാനിച്ചു കഴിഞ്ഞു. ഇനി അത് ഒരിക്കലും നിനക്ക് തിരിച്ചു കിട്ടില്ല. നിന്നിൽ ഉണ്ടായിരുന്ന എല്ലാ ശക്തികളും ഞാൻ ആവാഹിച്ചെടുത്തിരിക്കുകയാണ്. നീ ഇപ്പോൾ സാധാരണ ഒരു മനുഷ്യ സ്ത്രീയാണ്. എന്റെ ശക്തികളൊക്കെ മായമായി പോയെന്നാണോ പറയുന്നത്? ഇല്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കരുത്. ഇല്ല. ഞാൻ എല്ലാ പ്രാവശ്യവും ഈ കൊച്ചു ചെക്കന്റെ മുന്നിൽ തോറ്റു പിന്മാവുകയാണ്. അവസാന നിമിഷം എല്ലാം എന്നിൽ നിന്നും കൈവിട്ടു പോവുകയാണ്. മാഡം, ജ്യൂസ് കഴിച്ചോളൂ. തലയ്ക്കൊരു തണുപ്പ് കിട്ടുവേ. വെള്ളം, വെള്ളം. നീ ജ്യൂസിൽ എന്താണ് കലർത്തിയത്? സ്പെഷ്യൽ ആയിട്ട് ഒന്നും തന്നെ ഇല്ല. നിന്റെ മിന്നലിന്റെ പവറൊക്കെ ഇപ്പൊ നിന്നെ വിട്ട് പോയി കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് ചില്ലി ജ്യൂസ് റെഡിയാക്കി. എനിക്ക് നീ ഒരുപാട് ഷോക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ തന്നതല്ലേ, ഇപ്പൊ നീ അനുഭവിക്കേ. Sabash Rudra, Sabash. I am proud of you.
ഇവരിവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാനടിക്കാം. ഞാനിപ്പോ തലയും കുത്തി താഴെ വീണില്ലേ? നിങ്ങൾ റെഫറി എങ്കിലും ഒന്ന് വെറുതെ വിടാ. വേണ്ട 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 വേണ്ട, നിങ്ങൾക്കൊന്നും കളിക്കാൻ പറ്റില്ല. നിങ്ങൾ വളരെ ചെറിയ ആളുകളാ. തട്ടി താഴെ വീണാലുണ്ടല്ലോ പിന്നെ കരഞ്ഞോണ്ടിരിക്കും. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. എങ്കിലാ നിങ്ങൾക്ക് ഒരു കാര്യം അറിയില്ലെന്ന് തോന്നുന്നു. ഞങ്ങളാണ് ഈ മരങ്ങളെ ചെടികളെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഞങ്ങൾ വെറുതെ ഒന്ന് സിഗ്നൽ കാണിച്ചാൽ മതി. അവരെല്ലാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഓടിയെത്തും, അറിയോ? അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം കളിച്ചാൽ മതി. അത് ശരി. ശരി, നമുക്കും കൂടി കളിക്കാം. രംഗീല പറഞ്ഞതിലും കാര്യമുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഒപ്പം കളിക്കുമ്പോ നിങ്ങൾക്ക് പരിക്ക് പറ്റിയാലോ? നിങ്ങൾക്ക് രണ്ടാൾക്കും കളിക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു സ്പെഷ്യൽ കോട്ട് ഉണ്ടാക്കി തരാം. നിങ്ങൾക്ക് അവിടെ സേഫ് ആയിട്ട് കളിക്കാൻ കഴിയും. ഇബൈസ്ക ബാഡ്മിന്റൺ കോട്ട് ക്രിയേറ്റോ. രംഗീല, ഇങ്ങനെ തല അടക്കുന്നത് നിർത്ത്. ഇനിയിപ്പോ ഞാനെന്ത് ചെയ്യാനാ? കഴുത്തോരടുത്ത് നിക്കുന്നില്ല. നിങ്ങളുടെ കൈ കൊണ്ട് നിങ്ങളുടെ തല പിടിച്ചിട്ട് അകത്തേക്ക് പൊക്കോളൂ. ഓരോ ദിവസവും ഓരോ പുതിയ പ്രശ്നങ്ങൾ എന്നെ തേടി വരുന്നേ. അങ്ങോട്ട് നോക്ക്. അവരെല്ലാവരുടെ അവരുടെ കാര്യം നോക്കാണ്. ആർക്കും നമ്മളെ കുറിച്ച് ഒരു ചിന്തയുമില്ല. അതെ അതെ, അവരെല്ലാവരും ചിരിച്ച് സന്തോഷായിട്ട് ഇരിക്കുക. ഏതോ ഒരു അപകടം വന്ന് നിൽക്കുന്നത് പോലെ ഒരു മണം വരുന്നല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞു തരാം. ഇവിടെ വേറെ ആരോ ഉണ്ടെന്ന് തോന്നുന്നു. ഇവര് രണ്ടാളും എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഇവിടെ വരുമ്പോഴൊക്കെ ഞാൻ വരുന്ന കാര്യം അവര് മനസ്സിലാക്കുകയാണ്. ഇവര് രണ്ടുപേരെയും ഞാൻ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞയക്കുകയാണെങ്കിൽ എന്നേക്കുമായി എൻ്റെ റൂട്ട് പിന്നെ ക്ലിയർ ആയിരിക്കും. ഞാൻ ഈ കാര്യം ചെയ്തെന്ന് അറിഞ്ഞാൽ ഷാക്കാൻ വളരെ സന്തോഷിക്കും. ആരോ ഒരു അന്യൻ ഇവിടെ തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. ഞാനാണ് സപ്പോല. നീ ഇവിടെ എന്തിനാണ് വന്നത്? രുദ്രയെ വിളിക്കട്ടെ ഞാൻ. എന്തിനാ വെറുതെ ദേഷ്യപ്പെടുന്നത്? ഞാൻ വെറുതെ ഈ വഴി പോവുകയായിരുന്നു. നിങ്ങൾ രണ്ടുപേരും വളരെ സങ്കടത്തിലായിരിക്കുന്നത് ഞാൻ കണ്ടു. ഈ സമയത്ത് നിങ്ങൾ രണ്ടാളും പിന്നെ ഞാനും ഒരേ സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത്, അറിയാമോ? അവിടെ കാൽ സിറ്റിയിൽ എന്റെ ആവശ്യം ആർക്കും തന്നെയില്ല. അതുപോലെ ഇവിടെയും നിങ്ങൾ രണ്ടുപേരെയും ആർക്കും ആവശ്യമില്ല. ഞാനൊരു കാര്യം കണ്ടു. നിങ്ങളെ അവരെങ്ങനെയാണ് കളിയിൽ നിന്ന് പുറത്താക്കിയത് കണ്ടില്ലേ? രുദ്ര തന്റെ ഫ്രണ്ട്സിന്റെ കൂടെ എന്ത് സന്തോഷമായിട്ടാണ് കളിക്കുന്നത് നോക്ക്. ഞാനിപ്പോ ഹാപ്പി വാലിക്ക് പോവുകയാണ്. ഇനി ഞാനിപ്പോ അവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ രണ്ടാളും എന്റെ കൂടെ വരണമെങ്കിൽ വന്നോളൂ. നീ പറയുന്ന ഹാപ്പി വാലി എവിടെയാണുള്ളത്? ഹാപ്പി വാലി വളരെ അതിസുന്ദരമായ സ്ഥലമാണ്. നമ്മളെപ്പോലെ ഒറ്റപ്പെട്ട മൃഗങ്ങൾ വളരെ സന്തോഷമായ ജീവിതം നയിക്കുകയാണ്, അറിയാമോ? കേട്ടിട്ടുണ്ടോ? അവിടെ വളരെ രുചികരമായ ഫ്രൂട്ട്സും ഉണ്ട്. വേറൊരു കാര്യം കേട്ടിട്ടുണ്ട്, ഹാപ്പി വാലിയിൽ ചോക്ലേറ്റ് ഫ്ലേവർ, പിന്നെ വെന്നില, സ്ട്രോബെറി, പിസ്ത, ട്യൂട്ടി ഫ്രൂട്ടി, കുറെ നട്ട്സും ഉണ്ട്. അങ്ങനെ ധാരാളം ഫ്ലേവേഴ്സ് ഉണ്ട് അവിടെ. സത്യമായിട്ടും അത്രയ്ക്കും വെറൈറ്റി ഉള്ള നട്ട്സ് ഉണ്ടോ അവിടെ? എന്നാ ഞങ്ങൾ പിന്നെ അങ്ങോട്ട് വരാം. ഇല്ല ഇല്ല, ഞങ്ങൾ എങ്ങോട്ടും വരുന്നില്ല. രുദ്രൻ ഞങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവനെ വിട്ടിട്ട് ഞങ്ങൾ എങ്ങോട്ടും വരില്ല ഇനി. രുദ്രയ്ക്ക് നിങ്ങളോട് എത്ര സ്നേഹമുണ്ടെന്ന് നമുക്കിപ്പോ തന്നെ മനസ്സിലാക്കാം. അവൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൻ തീർച്ചയായിട്ടും നിങ്ങളെ തേടി വരും, അല്ലെങ്കിൽ ഒരിക്കലും വരില്ല. അതെ അതെ, നീ പറഞ്ഞതും ശരിയാണ്.
രുദ്ര ശരിക്കും ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ തേടി കണ്ടെത്തും. ഞങ്ങൾ നിന്റെ കൂടെ വരാം. ഓല ഞാനാണ് സപോല. ഞങ്ങൾ റെഡിയാണ്. ലെറ്റ്സ് ഗോ. അല്ല, ഈ സിംസും എവിടേക്കാ പോയത്? അവർ രണ്ടുപേരും ഇവിടെ കളിക്കായിരുന്നല്ലോ. സിംസും, സിംസും, നിങ്ങൾ രണ്ടുപേരും എവിടെയാ? അവർ രണ്ടുപേരെയും നമ്മൾ ഒട്ടും ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് ദേഷ്യത്തിൽ പോയതായിരിക്കാം. നമ്മൾ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയല്ലേ അങ്ങനെ പറഞ്ഞത്. അവർ എവിടേക്കായിരിക്കും പോയിട്ടുണ്ടാവാ? ഹലോ സിംസും, ഒന്ന് പുറത്തേക്ക് വാ ബ്രോ. സിംസും, വേഗം പുറത്തേക്ക് വാ. അല്ലല്ല, ഞാൻ സിംസുമിനെയാണ് വിളിച്ചത്. അയ്യോ, എനിക്ക് ആള് മാറി പോയതാണേ. രുദ്ര, ഞാൻ തീർച്ചയായിട്ടും സിംസുമിനെ കണ്ടുപിടിക്കും. സിംസും, ഞങ്ങളെ പ്രിയപ്പെട്ട സിംസുമേ, എന്തിനെങ്ങനെ പിണങ്ങുന്നത്? ഒന്ന് പുറത്തേക്ക് വാ. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാം. ഇന്ന് മുതൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് കളിക്കാം. വിട്, വിട്, വിട്. എന്റെ മൂക്ക് വിട്. വിടാനല്ല പറഞ്ഞത്. ഇതേതാ സ്ഥലം? നീ ഞങ്ങളോട് പറഞ്ഞത് ശരിക്കും ഈ കാട് അതിസുന്ദരമായ സ്ഥലം എന്നല്ലേ പറഞ്ഞത്? ഇവിടെ ഓരോ മരത്തിലും ഓരോ ഫ്രൂട്ട്സ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്? പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ എല്ലാം വാടി കരഞ്ഞിരിക്കുകയാണല്ലോ. സിംസും, നമ്മൾ ഇവിടെ അന്യരാണ്. അതുകൊണ്ട് അതെല്ലാം പതുങ്ങിയിരിക്കുകയാണ്. ഏതൊരു അന്യനെ ഇവിടെ കണ്ടാലും ഇവിടെയുള്ള ഇലകൾ മറഞ്ഞു നിൽക്കാറുണ്ട്. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക്. ഞാൻ ഈ കാട്ടിലെ രാജാവിനെ ചെന്ന് കണ്ടിട്ട് വരാം. ഷാക്കാൽ ഇതറിഞ്ഞാൽ വളരെ സന്തോഷിക്കും. കൊള്ളാം, കലക്കി സപ്പോള. ഐ ആം പ്രൗഡ് ഓഫ് യു. എന്ത് നല്ല കളിയാണ് നീ കളിച്ചിരിക്കുന്നത്. ഷാക്കാൽ, ഞാൻ പറയുന്നത് എന്തെന്നാൽ കിട്ടിയിരിക്കുന്ന ഈ ചാൻസ് ഒരിക്കലും മിസ് ചെയ്യാതെ നോക്കിക്കോ. ചില സമയത്ത് വലിയ വലിയ യുദ്ധങ്ങളും വഴക്കുകളും ഉണ്ടാകുമ്പോൾ ചെറിയ ചെറിയ ചാൻസസ് പ്രയോജനകരമായിരിക്കും. രുദ്രയ്ക്ക് ആ കാര്യം ഒരിക്കലും മനസ്സിലാവുകയില്ല. അവന്റെ ഫ്രണ്ട്സ് എന്റെ കസ്റ്റഡിയിൽ വന്ന കാര്യം അവൻ അറിയില്ല. അവൻ തീർച്ചയായും സിംസുമിനെ തേടി കണ്ടെത്താൻ വരും. പക്ഷേ അങ്ങനെ വരുന്നവർ ഒരിക്കലും സൺസിറ്റിയിലേക്ക് തിരിച്ചു പോവാൻ സാധിക്കുകയില്ല. ഈ കാര്യം നിറവേറ്റാൻ ഞാൻ എന്റെ കുറച്ച് ശിപ്പായികളെ അങ്ങോട്ട് അയക്കുന്നതായിരിക്കും. അവരെ തോൽപ്പിക്കുന്ന കാര്യം അസാധ്യമാണ്. ഞാനാണ് മാജിക്, മായാജാലത്തിന്റെ രാജാവ്. എന്നെ കണ്ട് പേടിക്കുക. ഞാനാണ് ഷക്കാ. ഓടിക്കോ. ഞാൻ പറയുന്നത് കേൾക്ക്. നിങ്ങൾ എല്ലാവരും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാലോ. ഈ സുംസും എവിടേക്കാ പോയിന്ന് ഒരു പിടിയില്ല. കൊട്ടാരം മുഴുവനും തെരഞ്ഞു നോക്കിയതാ. രുദ്ര, മാര, വരുൺ, നിങ്ങൾ എവിടേക്കാ പോകുന്നേ? വേഗം വന്ന് ഈ ജ്യൂസ് കുടിക്ക. ഇന്നാ ജ്യൂസ് കുടിക്കണമെങ്കിൽ ഞങ്ങൾ ആദ്യം ഗ്ലാസ് കയ്യിലെടുക്കണം. നിങ്ങൾ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരുന്നാലേ ഞങ്ങൾ എങ്ങനെയാ ജ്യൂസ് കുടിക്കാ? ഞങ്ങൾ പിന്നെ കുടിച്ചോളാം. രുദ്ര, നമ്മളിപ്പോ സിംസുമിനെ എങ്ങനെയാ കണ്ടുപിടിക്കാ? രംഗില, ഞങ്ങൾക്ക് ഇപ്പൊ ജ്യൂസ് കുടിക്കാനൊന്നും സമയമില്ല. സിംസുമിനെ കാണുന്നില്ല. നമ്മൾ അവരെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഈ ഡിറ്റക്റ്റീവ് ഡോഗ് പുറത്തു വരട്ടെ. സിംസുമിനെ വേഗം കണ്ടുപിടിക്കാം. ഇവരെല്ലാവരും സുംസുംസിനെ തെരഞ്ഞു പോവുകയാണല്ലോ. ഞാനും സുംസുമിനെ ഒരുപാട് കളിയാക്കിയതാ. അവരെ തെരഞ്ഞ് ഞാനും പോകുന്നതാ നല്ലത്. ആ സപ്പോള നമ്മളിവിടെ ആക്കിയിട്ട് എസ്കേപ്പ് ആയിന്നാ തോന്നുന്നേ. കുറച്ച് സമയത്തിൽ തിരിച്ചു വരാന്ന് പറഞ്ഞിട്ട് പോയതാ. ഇത്ര നേരമായിട്ട് വന്നില്ലല്ലോ. എവിടെ നോക്കിയിട്ട് സപ്പോളയെ കാണുന്നില്ലല്ലോ. അതെ, എവിടെയും കാണുന്നില്ല.
സിംസുമിനെ വേഗം കണ്ടുപിടിക്ക്. രുദ്ര സുംസുമിനെ കിട്ടിയോ? ഓ, ഓ, ഉം, ആ, ആ, ഉം, ആ, ഉം, ആ. എന്താ പറയാൻ ശ്രമിക്കാണെന്ന് തോന്നുന്നു. ആ ദിക്കിൽ എന്താ ഉള്ളത്? Thank you, രംഗീല. ഞാനാണ് മാജിക്, മായാജാലത്തിന്റെ രാജാവ്. എന്നെ കണ്ട് പേടിക്ക. ഞാനാണ് ഷക്കാൽ. രുദ്ര, ഇനി നിനക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഷക്കാൽ അവൻ കാലനാണ്. അവന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു പോവാൻ നിനക്ക് സാധിക്കുകയില്ല. ഷക്കാൽ, രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സെയും ഒരിക്കലും സംശയിക്കരുത്. ഇബൈസ്കാ റോക്ക് ക്രിയേറ്റോ. ചെല്ല്, രംഗീലായുടെ ആ കളർഫുള്ളായ ലൈഫ് ഇല്ലാതാക്ക്. അവനെ ഹിപ്നോട്ടൈസ് ചെയ്ത് മാറ്റ. വേഗം ചെല്ല്, വേഗം ചെല്ല്. നോക്ക്, എന്റെ കണ്ണിലേക്ക് നോക്ക്. ശ്ശെടാ, ഞാനിപ്പോ എങ്ങനെയാ നോക്കുന്നത്? എനിക്കിങ്ങനെ തലയാട്ടുന്നത് നിർത്താൻ പറ്റുന്നില്ല. ശരിക്കും എന്നെ ഒന്ന് നോക്ക്. ആ, നോക്ക്. എങ്ങനെ നോക്കാനാ? എന്റെ തല ഇപ്പൊ എന്റെ കൺട്രോളിലല്ല. ഇവനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. എനിക്ക് ഇവനെ എങ്ങനെയെങ്കിലും ഹിപ്നോട്ടൈസ് ചെയ്തേ പറ്റുള്ളൂ. ആ, ഷാക്കാലിന്റെ മായാജാലത്തിൽ നിന്നും ഒറ്റൊരുത്തിനും രക്ഷപ്പെടുവാൻ പറ്റുകയില്ല. എന്നാ പിടിച്ചോ, ഇപ്പൊ ചെയ്യ. എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് വിശക്കുന്നു. ഞാൻ എന്റെ ആഹാരം കഴിച്ചോട്ടെ. രംഗീല, ഓക്കേ എന്ന് പറയല്ലേ? ഓക്കേ എന്ന് പറയല്ലേ? ഓക്കേ, കഴിച്ചോ? ഞാനിപ്പോൾ നിന്നെ വിഴുങ്ങാൻ പോവുകയാണ്. രംഗീല, നീ എന്താ ഈ ചെയ്തത്? എങ്ങനെയെങ്കിലും രക്ഷപ്പെടാ. വരുൺ, വേഗം വാ, നമുക്ക് ആദ്യം രക്ഷപ്പെടാം. രുദ്ര, ആദ്യം രംഗീലയെ രക്ഷിക്കാം. ഓ നോ, ഷക്കാൽ രംഗീലയെ ഹിപ്നോട്ടൈസ് ചെയ്തെന്ന് തോന്നുന്നത്. രംഗീല, രുദ്ര, സിംസും വേഗം പുറത്തേക്ക് ഇറങ്ങി വാ, വേഗം വാ. നോക്ക്, അത് രുദ്രയാണ്. നിക്ക് സൂം. ഒരുപക്ഷെ ഇതാ നശിച്ച സപ്പോളയുടെ പണിയാണെങ്കിലോ? നമ്മൾ പുറത്തേക്ക് പോകരുത്. ഞങ്ങൾക്കറിയാം നീ രുദ്രയല്ല, സപ്പോളയാണ്. ഒരു പ്രാവശ്യം നീ പറഞ്ഞത് ഞങ്ങൾ കണ്ണുമടച്ച് വിശ്വസിച്ചു. ഇനി അങ്ങനെ ചെയ്യില്ല. സിംസും, ഇത് ശരിക്കും ഞാൻ തന്നെയാ. രുദ്ര, നമുക്കിപ്പോ തീരെ സമയമില്ല, വേഗം വാ. നീ പറഞ്ഞത് വളരെ ശരിയാണ് രുദ്ര. ഇന്ന് നിങ്ങൾക്കാർക്കും ഞാൻ ഒരുപാട് സമയം തന്നിട്ടില്ല. സമയം വളരെ കുറവാണ്. ഞാനാണ് മാജിക്, മായാജാലത്തിന്റെ രാജാവ്. ഷക്കാൽ. ഈ,
നിന്റെ കളി ഇതോടെ അവസാനിച്ചു. എന്റെ ഈ ക്രീച്ചേഴ്സിൽ നിന്നും നീ എങ്ങനെ രക്ഷപ്പെടുമെന്ന് നോക്കട്ടെ. അവർ പാവങ്ങൾ ഭയങ്കര വിശപ്പിലാണ്. ഇന്ന് നീ ഷക്കാലിന്റെ മായാജാലത്തിൽ ശരിക്കും പെട്ടുപോയി എന്ന് തന്നെ വേണം പറയാൻ. ആദ്യം ഇവര് തിന്നാൻ പോകുന്നത് നിന്നെയാണ്, പിന്നെ ഇവര് തിന്നാൻ പോകുന്നത് നിന്റെ കൂട്ടുകാരെയാണ്. രുദ്ര, നിനക്ക് ഓർമ്മയുണ്ടല്ലോ, ഫോക്കസ് ആൻഡ് ബിലീവ്. രുദ്ര, ആത്മവിശ്വാസമാണ് ഏറ്റവും വലിയ ശക്തി. അതുണ്ടെങ്കിൽ എന്തും സാധിക്കാം. ഇബൈസ്കാ, സിബൈസ്കാ, ബൂം ചിക് ചിക് ബൂം. ഇബൈസ്കാ, സിബൈസ്കാ, ബൂം ചിക് ചിക് ബൂം. Creatures, attack Rudra! സോറി. ഞാൻ മാജിക് ചെയ്യുമ്പോൾ നീ എന്തിനാ ഇടയ്ക്ക് കയറി വന്നത് വരുൺ? ഓ നോ, അവിടെ നോക്ക്, മാറി നിൽക്ക് വരുൺ, തല താഴ്ത്ത്. Rudra! ഞാൻ നിന്നെ വെറുതെ വിടുകയില്ല. നമ്മുടെ മുകളിലുണ്ടായിരുന്ന മരം എവിടെ പോയി? രുദ്ര! സിംസം, രുദ്ര, ഈ പ്രാവശ്യം നീ രക്ഷപ്പെട്ടു എന്ന് കരുതി അടുത്ത പ്രാവശ്യം നീ രക്ഷപ്പെടുകയില്ല. സിംസം, സത്യം ചെയ്യ്, ഇനി ഒരിക്കലും ഇതുപോലെ ഒരു തെറ്റ് ചെയ്യരുത്. എന്നാ വരൂ, വീട്ടിലേക്ക് പോയിട്ട് നമുക്ക് ഒരുമിച്ച് ബാഡ്മിന്റൺ കളിക്കാം. രംഗീല, പോവാം. ഓ നോ, രംഗീല ഇപ്പോഴും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മോഡിലാണല്ലോ. രുദ്ര, ഇവനെ ശരിയാക്കണമെങ്കിൽ മുത്തശ്ശന് മാത്രമേ കഴിയുള്ളൂ. അതുവരെ ഇവൻ ഇങ്ങനെ തന്നെ കഴിഞ്ഞോട്ടെ. എനിക്ക് സ്ട്രൈറ്റ് ആയിട്ട് വണ്ടി പോലും ഓടിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും റെഡിയാണല്ലോ? ദാ അവിടെ ഒരു മല കാണുന്നില്ലേ? നിങ്ങൾ ചെന്നത് തൊട്ടിട്ട് ആരാണോ തിരിച്ച് ആദ്യം ഗാർഡനിലേക്ക് വരുന്നത് അവരായിരിക്കും വിന്നർ. ഓക്കേ? On your march. Get set. And go. രുദ്ര നമ്മളെക്കാളും വളരെ മുമ്പോട്ട് പോയല്ലോ. വരുൺ, നമ്മളിപ്പോ സ്പീഡ് കൂട്ടാൻ എന്തെങ്കിലും മാജിക് ചെയ്തേ പറ്റൂ. അപ്പോഴേ അവന്റെ ഒപ്പം നമ്മൾ എത്തൂ. വേണ്ട മൈറ, നീ ഒരു മാജിക്കും ചെയ്യണ്ട. നീ മാജിക് എന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് പേടിയാവുന്നു. രക്ഷിക്കണേ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ, ഒന്ന് വേഗം എന്നെ രക്ഷിക്കണേ. എന്റെ ദൈവമേ, ഞാൻ ശരിക്കും കുടുങ്ങിപ്പോയല്ലോ.
ഈ പൂവ് പെട്ടെന്ന് എവിടെ വന്നത്? ഓ ഓ, ഇത് കല്ലുകൊണ്ട് ചെയ്ത പൂവാണെന്ന് തോന്നുന്നല്ലോ. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? Zibaiska, openito! Zibaiska, openito! ഇത് മാജിക് ഫ്ലവർ ആണ്. നമ്മൾ ഇത് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടതായിരുന്നു. ആരും നമ്മൾ ഈ പൂവിന്റെ അകത്ത് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ജയ്സിംഗ് ചൗഹാൻ, ആദ്യം കണ്ണു തുറന്നു നോക്ക്. ഷാക്കാൽ അയച്ചു തന്ന ഗിഫ്റ്റ് ഏറ്റു വാങ്ങിച്ചോളൂ. നീയോ? നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഷാക്കാൽ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട്. ഈ പെൻഡ്രൈവ് വാങ്ങിച്ചോളൂ, നോക്കൂ. നിനക്ക് സുഖമാണോ ജയ്സിംഗ്? ഞാൻ നിനക്ക് വേണ്ടി വളരെ പുത്തൻ പുതിയ പിക്ചർ അയച്ചു തന്നിട്ടുണ്ട്. നീ അതൊന്ന് വേഗം ചെന്ന് നോക്ക്. അത് കണ്ട് നിനക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ട് ജയ്സിംഗ്. രുദ്ര, ഷാക്കാൽ, എന്റെ കുട്ടികളുടെ കാര്യത്തിൽ നീ എന്താണ് ചെയ്തത്? ഞാൻ അവരെ എല്ലാവരെയും കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു പൂവിനകത്ത് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അവരെ നിനക്ക് രക്ഷിക്കണമെങ്കിൽ ആകെ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ ജയ്സിംഗ്. അവർക്ക് പകരമായി നീ ആ പൂവിനകത്ത് കീഴടങ്ങണം. അപ്പോൾ ഞാൻ രുദ്രയെയും അവന്റെ കൂട്ടുകാരെയും റിലീസ് ചെയ്യും. ജയ്സിംഗ് ചൗഹാൻ, ഇതെന്റെ ഒരു ഇമേജ് മാത്രമാണ്. 3 സെക്കൻഡ് ഞാൻ നിനക്ക് സമയം തരും. അതിനുള്ളിൽ ഒരു തീരുമാനമെടുത്തില്ലെങ്കിൽ പിന്നെ രുദ്രയെ നീ അങ്ങ് മറന്നേക്ക്. അല്ലെങ്കിൽ രുദ്രയെ രക്ഷിക്കാൻ നീ ആ പൂവിനകത്ത് കയറിയിരിക്കണം. 1, 2, ജയ്സിംഗ് 3. ഞാൻ വാക്ക് തരുന്നു, നീ എന്റെ കുട്ടികളെ റിലീസ് ചെയ്യുകയാണെങ്കിൽ നീ പറഞ്ഞ ആ പൂവിനുള്ളിൽ ഞാൻ തടവുകാരനായിരിക്കാം. സബാഷ് ജയ്സിംഗ് ചൗഹാൻ, നീ ഇത് സമ്മതിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. എങ്കിൽ എന്റെ കൂടെ വരൂ. നീ എത്തിക്കഴിഞ്ഞോ ജയ്സിംഗ് ചൗഹാൻ? നീ എനിക്ക് തന്ന വാക്കോർത്തിരിക്കണം. രുദ്ര പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നീ ഇതിനകത്തേക്ക് കയറണം. ഷാക്കാൽ, ജയ്സിംഗ് ചൗഹാൻ കൊടുത്ത വാക്കൊരിക്കലും മാറ്റി പറയില്ല. ആദ്യം നീ എനിക്ക് തന്ന വാക്ക് പാലിക്കേ. ഞങ്ങൾക്കറിയാമായിരുന്നു മുത്തശ്ശ, ഞങ്ങളെ രക്ഷിക്കാൻ മുത്തശ്ശൻ വരുമെന്ന്. ഞാൻ വന്നല്ലേ പറ്റൂ കുട്ടികളെ. എനിക്കൊരു ചെറിയ ജോലിയുണ്ട്. നിങ്ങൾ 3 പേരും കൊട്ടാരത്തിലേക്ക് ചെല്ല്. സൂക്ഷിച്ചിരുന്നോണം. മുത്തശ്ശൻ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വീട്ടിലേക്ക് പോവാം. മുത്തശ്ശൻ എന്തിനാ പൂവിന്റെ അകത്തേക്ക് പോകുന്നത്? രുദ്ര, ഇത് ചോദ്യങ്ങൾ ചോദിക്കേണ്ട സമയമല്ല. ആദ്യം നിങ്ങൾ 3 പേരും വീട്ടിലേക്ക് പോയിക്കോ. മുത്തശ്ശ, ഞങ്ങൾ തീർച്ചയായിട്ടും വീട്ടിലേക്ക് പോവാം. പക്ഷെ മുത്തശ്ശൻ എന്തിനാ പൂവിന്റെ അകത്തേക്ക് പോകുന്നത്? ഞാൻ മാജിക് മായാജാലത്തിന്റെ രാജാവ്. എന്നെ കണ്ട് പേടിക്കോ? ഞാനാണ് ഷക്കാൽ. രുദ്ര, നീ എന്താണ് കരുതിയത്? നിങ്ങൾ ചുമ്മാ അങ്ങ് പുറത്തേക്ക് വന്നതാണെന്നോ? നിങ്ങൾക്ക് പകരം ഞാൻ നിങ്ങളുടെ അപ്പൂപ്പനെ ആ പൂവിനകത്തേക്ക് അയക്കുകയാണ്. നിങ്ങൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം അതിനകത്തേക്ക് കയറാമെന്ന് എനിക്ക് വാക്ക് തന്നതാണ്. പിന്നെ ജയ്സിംഗ് ചൗഹാൻ, അദ്ദേഹം കൊടുത്ത വാക്ക് ഒരിക്കലും മാറ്റി പറയുകയില്ല. നീ നുണ പറയാണ് മുത്തശ്ശ. ഞങ്ങളെ വിട്ടിട്ട് നിങ്ങൾക്ക് അകത്തേക്ക് പോകാൻ കഴിയില്ലല്ലോ. ഷാക്കാൽ പറഞ്ഞതെല്ലാം സത്യമാണ് രുദ്ര. ഞാൻ അവന് വാക്ക് കൊടുത്തിരുന്നു. ഷാക്കാൽ നിങ്ങൾ 3 പേരെയും റിലീസ് ചെയ്യുകയാണെങ്കിൽ അതിനു പകരമായി ഞാൻ ഈ പൂവിനകത്ത് ചെല്ലാമെന്ന്. മനുഷ്യൻ ഒരിക്കലും കൊടുത്ത വാക്ക് മാറ്റി പറയരുത്. ഞാൻ കൊടുത്ത വാക്ക് നിറവേറ്റണം.
ജന്തർ മന്തർ ജാദു കലന്തർ പെറ്റൽ ബ്രേക്കോ. എന്റെ മാജിക് വർക്കൗട്ട് ആവുന്നുണ്ട്. ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ കൈയായിട്ട് മാറിയത്? വരൂ, ഇനി നീ തന്നെ ഇത് നോക്കിക്കോ. മൈര, നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മാജിക് യൂസ് ചെയ്യരുതെന്ന്? ഞാനതിനെ പറ്റിച്ചു. തിരിച്ചു പോ. ബൈ ബൈ രുദ്ര. മുത്തശ്ശ, നമ്മൾ എങ്ങനെയാ മുത്തശ്ശനെ രക്ഷിക്കാൻ പോകുന്നത്? നമ്മളിപ്പോ യൂസ് ചെയ്യേണ്ടത് മാജിക്കൽ പവേഴ്സ് അല്ല, നമ്മുടെ ബ്രെയിൻ ആണ്. അടുത്ത് വരൂ, എന്റെ അടുത്ത് ഒരു പ്ലാൻ ഉണ്ട്. ജയ് സിംഗ് ചൗഹാൻ, ഈ നിമിഷം മുതൽ സൺ സിറ്റിയെ ഭരിക്കാൻ പോകുന്നത് ഞാനാണ്. ഷാക്കാൽ, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നേരിട്ട് വന്ന് എന്നോട് യുദ്ധം ചെയ്യേ. തന്ത്രമായിട്ട് നീ എന്നെ അറസ്റ്റ് ചെയ്ത് നീ അത് ആലോചിച്ച് സന്തോഷിക്കുകയാണോ? സൺ സിറ്റി ഒരിക്കലും നിനക്ക് സ്വന്തമാവില്ല. ജയ് സിംഗ്, ഷാക്കാലിന്റെ ധൈര്യത്തെ ആർക്കും ഒരിക്കലും വെല്ലാൻ പറ്റുകയില്ല. പക്ഷെ ഒരു കാര്യം, ഞാൻ ആഗ്രഹിച്ച കാര്യം അത് നടക്കുക തന്നെ ചെയ്യും. പിന്നെ എന്തിനാണ് ഞാൻ നിന്നോട് വെറുതെ വഴക്കടിക്കാൻ വരുന്നത്? സുഖമായിട്ട് കുറച്ചു കാലം നീ അതിനകത്ത് തന്നെ ഇരിക്കുക. ബാലക് മജീഷ്യൻ, ഞങ്ങളെ ഒന്ന് സഹായിക്കൂ പ്ലീസ്. അതെ ബാലക് മജീഷ്യൻ, ഇപ്പൊ നിങ്ങൾക്ക് മാത്രമേ ഞങ്ങളെ സഹായിക്കാൻ പറ്റുള്ളൂ. ആദ്യം ഒന്ന് സമാധാനിക്കൂ. എന്താ സംഭവിച്ചെന്ന് എന്നോട് പറയൂ. എന്താ പറ്റിയത്? നിങ്ങൾ രണ്ടുപേരും എന്തിനെങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ബാലക് മജീഷ്യൻ, ഞങ്ങളുടെ മുത്തശ്ശനെ ഷാക്കാൽ പറ്റിച്ച് ഒരു കല്ലുണ്ടുണ്ടാക്കിയ പൂവിൽ തടവിലാക്കിയിരിക്കുകയാണ്. അതെ ബാലക് മജീഷ്യൻ, ഞങ്ങളുടെ മുത്തശ്ശനെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ പറയൂ. ഇവർ ചെയ്തത് വലിയൊരു തെറ്റാണല്ലോ. അല്ലേ, ഷാക്കാൽ ആരാണ്? ബാലക് മജീഷ്യൻ, ഷാക്കാൽ കാൽ സിറ്റിയുടെ കിങ് ആണ്. ഒരു ദുഷ്ടനായ മജീഷ്യനാണ്. മൈര, വരുൺ, നിങ്ങളുടെ മുത്തശ്ശനെ ഏതൊരു മജീഷ്യനും രക്ഷിക്കാൻ കഴിയില്ല. അപ്പൊ ഇയാളാണോ കാൽ സിറ്റിയുടെ കിങ് ഷാക്കാൽ? അല്ല അല്ല ബാലക് മജീഷ്യൻ, ഇയാൾ കാൽ സിറ്റിയുടെ കിങ് അല്ല. ഇവൻ ഷാക്കാലിന്റെ അസിസ്റ്റന്റ് മാത്രമാണ്. അങ്ങനെ ആവാൻ ഒരു സാധ്യതയുമില്ല. ആ മുഖത്തിന്റെ തേജസ് കാണുമ്പോ തന്നെ മനസ്സിലായി ഇവനായിരിക്കും എത്രയും പെട്ടെന്ന് കാൽ സിറ്റിയുടെ കിങ് ആവുന്നത്. സത്യമാണോ ബാലക് മജീഷ്യൻ? എന്റെ മുഖത്ത് അങ്ങനെ എഴുതിയിട്ടുണ്ടോ? പക്ഷെ ഞാൻ എങ്ങനെയാണ് ഈ കാൽ സിറ്റിയുടെ കിങ് ആയി മാറുന്നത്? അതിലൊരു സംശയവുമില്ല. നീ തീർച്ചയായിട്ടും കാൽ സിറ്റിയുടെ കിങ് ആയി മാറും. കല്ലുകൊണ്ട് ഉണ്ടാക്കിയ ആ പൂവ് തുറക്കാൻ പറ്റുന്ന മന്ത്രം അറിയുന്നവൻ ഈ കാൽ സിറ്റിയുടെ കിങ് ആവും. നിനക്ക് ആ മന്ത്രം അറിയാമോ? ഇല്ല ബാലക് മജീഷ്യൻ, എനിക്ക് ആ മന്ത്രത്തെ കുറിച്ച് ഒന്നും അറിയില്ല. എന്നാൽ വേഗം പോ, ആ മന്ത്രം കണ്ടുപിടിക്ക്. നീ ആ മന്ത്രം പഠിച്ചു കഴിഞ്ഞാൽ ആ കല്ലുകൊണ്ടുണ്ടാക്കിയ പൂ തുറക്കാൻ നിനക്ക് സാധിച്ചാൽ പിന്നെ നീ കാൽ സിറ്റിയുടെ കിങ് ആയി മാറും. പിന്നെ ഇപ്പോഴുള്ള കിങ് എല്ലാം മതിയാക്കി ഇവിടെ നിന്ന് ഓടിപ്പോവും. നിങ്ങൾ പറയുന്നതെല്ലാം സത്യമാണോ ബാലക് മജീഷ്യൻ? ഞാൻ കാൽ സിറ്റിയുടെ കിങ് ആയി മാറുമോ? അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ചെന്നേക്കാം, ആ മന്ത്രം കണ്ടെത്താം. ഷാക്കാൽ, വളരെ കഷ്ടപ്പെട്ട് ജയ്സിംഗ് നമ്മുടെ പിടിയിലായിരിക്കാണ്. അവനും ആ രുദ്രയും നമ്മെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്.
എപ്പോഴൊക്കെ ഞാൻ സൺസിറ്റിയിലേക്ക് പോയിരുന്നുവോ അവര് രണ്ടുപേരും ചേർന്ന് എന്നെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. ഒരൊറ്റ പ്രാവശ്യം ഞാൻ അകത്തേക്ക് പോകാനൊന്ന് സമ്മതിക്ക്. ജയ്സിങ്ങിനെ എനിക്ക് കളിപ്പിക്കണം, അവനെ എടുത്തിട്ടൊന്ന് പെരുമാറണം. എനിക്ക് ഈ സന്തോഷമെങ്കിലും തരൂ ഷാക്കാൽ. അത്രയുള്ളോ കാര്യം? ചെന്ന് നിന്റെ ഇഷ്ടം പോലെ പകരം വീട്ട്. അകീറ സകീറ ബസൂക്ക സ്ലാവറോ ബരീക്ക. കുടുങ്ങിപ്പോയല്ലേ? നീയും രുദ്രയും നിന്റെ മാജിക്കൽ പവേഴ്സും വെച്ച് ഒരുപാട് കളിച്ചതല്ലേ? ഇപ്പൊ നോക്കിക്കോ, ധൈര്യമുണ്ടെങ്കിൽ എന്നെ എന്തെങ്കിലും ചെയ്ത് കാണിക്കേ. ജീവിതകാലം മുഴുവൻ നീ ഈ പൂവിനകത്ത് തടവുകാരനായി ഇരിക്കേണ്ടി വരും. പുറത്തിരിക്കുന്ന ഞങ്ങൾ എല്ലാവരും സൺ സിറ്റിയെ ഭരിക്കുന്നതായിരിക്കും. ബൈ ബൈ. താങ്ക് യു ഷാക്കാൽ. ജയ്സിങ്ങിനോട് പറയേണ്ടതെല്ലാം ഞാൻ പറഞ്ഞു. എന്റെ മനസ്സിന് ഇപ്പോഴാണ് സമാധാനം കിട്ടിയത്. നമുക്ക് വീണ്ടും കാണാം. ഈ സോഗയ്ക്ക് ഇതെന്താ പറ്റിയേ? എന്തിനാണ് അവൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അതിനേക്കാളും വേഗത്തിൽ എന്തിനാ ഇപ്പോ തിരിച്ചോടുന്നത്? തീർച്ചയായിട്ടും ഇതിലെന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. നിങ്ങൾ രണ്ടുപേരും ഞാൻ പറയുന്നത് വിശ്വസിക്കണം. എന്താണ് എഴുതിയിരിക്കുന്നത് അതായിരിക്കും നടക്കുന്നത്. അവൻ വരുന്നുണ്ടല്ലേ? ഞാൻ ആ മന്ത്രം കണ്ടെത്തി ബാലക് മജീഷ്യൻ. എനിക്ക് ആ മന്ത്രം മനസ്സിലായി. നീ ആ മന്ത്രം കണ്ടുപിടിച്ചു എന്ന് ഞങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുക? നീ നുണ പറയുകയാണ്. അല്ല ബാലക് മജീഷ്യൻ, ഞാൻ പറയുന്നത് സത്യമാ. ഷാക്കാൽ ആ മന്ത്രം പറയുന്നത് ഞാൻ ഇപ്പോഴാ കേട്ടത്. അകീര സകീല ബസൂക്ക ഫ്ലവർ ഓപ്പൺ നീട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പൊ നിങ്ങൾ വേഗം പറയൂ, ഞാൻ എപ്പോഴാണ് കാൽ സിറ്റിയുടെ രാജാവായി മാറാൻ പോകുന്നത്? എടാ മണ്ടച്ചാരെ, നീ എന്നെ വഞ്ചിക്കാൻ പോവുകയായിരുന്നല്ലേ? ഈ ഷാക്കാൽ ഇവിടെ ജീവനോടെ ഉള്ളിടത്തോളം കാലം നിനക്ക് കാൾ സിറ്റിയുടെ രാജാവാകാൻ സാധിക്കുകയില്ല. ഈ ഷാക്കാലിന് ഒരിക്കലും മരണമില്ല. ഷാക്കാൽ, നിങ്ങൾ എങ്ങനെ എവിടെ എത്തിയത്? നിനക്ക് ഇങ്ങനെയൊക്കെ വിചാരിക്കാൻ ഇത്രയ്ക്കും ധൈര്യമുണ്ടായോ? എടാ മരമണ്ട, അവൻ ബാലക് മജീഷ്യൻ ഒന്നുമല്ല. ഇങ്ങോട്ട് നോക്ക്. അകീറ സകീറ ഒറിജിനൽ രൂപം കാണിക്ക. രുദ്ര, നീ ആയിരുന്നോ? എന്നെ പറ്റിച്ചു അല്ലേ? നിങ്ങൾ മൂന്നാളും ചേർന്ന് എന്നെ പറ്റിച്ചിരിക്കുകയാണല്ലേ? ഷാക്കാൽ, ഇവരെ നീ വിട്ടേക്കരുത്. നുണ പറഞ്ഞു പറ്റിക്കുന്നവർക്ക് പകരമായി നുണയല്ലേ പറയേണ്ടത്. ഞാൻ വെറുതെ ഒരു കല്ല് എറിഞ്ഞതാ, പക്ഷെ ഉന്നം കറക്റ്റായിട്ട് കൊണ്ടു. എന്റെ സമയം നല്ലതാണെന്ന് തോന്നുന്നു. നിനക്ക് മോശ സമയവും. മുത്തശ്ശ, നിങ്ങൾ വിഷമിക്കേണ്ട. ഞാൻ ഇപ്പൊ തന്നെ നിങ്ങളെ പുറത്തു കൊണ്ടുവരാം. ഷാക്കാൽ ഇവിടെ ഉള്ളപ്പോൾ നിന്റെ ആഗ്രഹം ഒരിക്കലും നിറവേറില്ല. രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. രുദ്രയുടെ അമ്പതാൽ അത്രയും പെട്ടെന്ന് തോറ്റ് പിന്മാറില്ല. രുദ്ര, നിന്റെ ഈ ആക്രമണം കൊണ്ട് എന്നെ വേണമെങ്കിൽ കുറച്ചു നേരത്തേക്ക് മാറ്റി നിർത്താം, അല്ലാതെ നിനക്ക് എന്നെ കൊല്ലാൻ സാധിക്കുകയില്ല. ഒരു കാര്യം നീ ശ്രദ്ധിച്ചു കേൾക്ക്. നീ എന്നെ എത്ര തവണ അറ്റാക്ക് ചെയ്യുന്നുവോ, ഈ പൂക്കളുടെ ഓരോ ഇതളും അപ്പോൾ താഴേക്ക് വീണുകൊണ്ടേയിരിക്കും. അവസാനത്തെ ഇതളും വീണ് കഴിഞ്ഞാൽ നിന്റെ അപ്പൂപ്പൻ ഈ പൂവിന്റെ അകത്തിരുന്നു കൊണ്ട് തന്നെ ഈ ഭൂമി വിട്ട് പറന്നു പോകും, അതായത് കാണാതെ പോകും.
നീ ഇനി എന്നെ വളരെ ആലോചിച്ചു വേണം അറ്റാക്ക് ചെയ്യാൻ. നീ എന്നെ ഓരോ തവണ അറ്റാക്ക് ചെയ്യുമ്പോഴും നീ തോൽവിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോ വല്ലാത്ത പ്രശ്നത്തിലാണ്. പക്ഷെ ഞാൻ ഒരിക്കലും തോറ്റു പിന്മാറില്ല. ഷക്കാൽ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിനക്ക് എന്റെ കോൺസെൻട്രേഷൻ ഡൈവേർട്ട് ചെയ്യാൻ കഴിയില്ല. പോരിടാൻ ഞാൻ തയ്യാറാണ്. ഈ നെറ്റ് ക്രിയേറ്റർ. രണ്ടാമത്തെ പെട്ടെന്ന് പോയി. Boom, chick, chick, boom. ഇനി അതിന് ഒരു പെഡൽ മാത്രമേ ബാക്കിയുള്ളൂ. ഒന്ന് മതിയാക്ക് രുദ്ര, അല്ലെങ്കിൽ ആ പൂ മറിഞ്ഞു പോവും. ഞാനാണ് മാജിക്, മായാജാലത്തിന്റെ രാജാവ്. എന്നെ കണ്ട് പേടിക്കേ, പേടിക്കേ, എന്നെ കണ്ട് പേടിക്കേ. ഞാനാണ് ഷക്കാൽ. രുദ്ര, നീ ചെയ്ത ഓരോ അറ്റാക്കും വെറുതെ വേസ്റ്റായി. ആകെ ഒരു ഇതൾ മാത്രമേ ഉള്ളൂ. ആ അവസാന ഇതളും താഴേക്ക് വീണു പോയാൽ പിന്നെ നിന്റെ അപ്പൂപ്പന്റെ ജീവിതം നിശ്ചയമായും തീർന്നു പോകും. ഷക്കാൽ, നീ എന്താ കരുതിയത് എന്റെ മാജിക്കൽ ഡ്രിങ്ക്സ് ഒക്കെ വേസ്റ്റ് ആയി പോയെന്നോ? സോഗാ, Akira, Zakira, Bazooka, Flower of Bonito. നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. രുദ്ര, എനിക്ക് നല്ല വിശ്വാസമുണ്ടായിരുന്നു നീ എന്നെ വന്ന് രക്ഷിക്കുമെന്ന്. ഷാക്കാൽ, നിനക്ക് എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇനി ഞാൻ നിന്നെ ഫ്രീ ആയിട്ട് വിടുന്ന പ്രശ്നമേ ഇല്ല. എന്നാരെങ്കിലും ഒന്ന് പുറത്തെടുക്കേ. എന്നെ വിട്ടേക്ക്. Watch India's largest kids library only on Jio Hotstar. Download the app now.